ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ മെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ക്വാഡ് ബിൽഡിംഗ് ആണ്, പിന്നെ ഒരു ഗ്ലിച്ച് ഫോർമേഷൻ. നിങ്ങൾക്ക് ഡിവിഷൻ 1 ഈസി ആയിട്ട് എത്താൻ പറ്റിയ ഒരു ഗ്ലിച്ച് ഫോർമേഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ സ്ക്വാഡ്, ദ അൾട്രാ ബീസ്റ്റ് സ്ക്വാഡ്. എൻ്റെ കയ്യിൽ കിഡ്ലം പ്ലേയേഴ്സ് പറഞ്ഞാൽ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ 59 പ്ലേയേഴ്സേ ഉള്ളൂ. ഞാൻ പൊതുവെ വെക്കാറില്ല, ഒക്കെ പൊസിഷൻ ബൂസ്റ്റേഴ്സിനും സ്കിൽ ബൂസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ബൂസ്റ്റർ ടോക്കൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ആൾക്കാർ സെയിൽ ചെയ്യും, വേണ്ടാത്ത ആൾക്കാർ, വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഇതാണ് നമ്മളെ സ്ക്വാഡ്. വരെ ഒരുപാട് അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാരെ ഇറക്കലില്ല, ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും എൻ്റെ നിലവിലെ സ്ക്വാഡ് പറഞ്ഞാൽ നല്ല ഹൈ റേറ്റിംഗ് സെറ്റ് സ്ക്വാഡാണ്. അത് ബിൽഡ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതന്നെ ഏത് ഫോർമേഷനാണ് ഞാൻ ഇത്രയും യൂസ് ചെയ്യുന്നത്, ഞാൻ ഡിവിഷൻ 1 എത്തിയത്, ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡിവിഷൻ 1 എൻ്റെ പെർഫോമൻസ് ഹിസ്റ്ററി, പ്ലേയിങ് ഹിസ്റ്ററി, പെർഫോമൻസ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നമ്മൾ ഫോർമേഷൻ സെറ്റാക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലാരും ഇല്ല, ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ പ്ലെയേഴ്സ്, എനിക്ക് അത്രയും പെർഫോമൻസ് തരുന്ന അടിപൊളി പ്ലെയേഴ്സിനാണ് ഞാനിതിൽ യൂസ് ചെയ്യുക. എനിക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട് എല്ലാവരും. എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒരു മാനേജറിനെ സെറ്റാക്കാം. നമുക്ക് ആദ്യം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മാനേജർ കപ്പല്ലോ. എൻ്റെ കയ്യിൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്, പക്ഷെ ഞാൻ അധികവും എന്നല്ല, ആളെ മെയിനായിട്ട് ഫെബിയ കപ്പല്ലോനെ തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല പെർഫോമൻസ് തരുന്നൊരു മാനേജറാണ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഫോർമേഷൻ ഒന്ന് മാറ്റി പിടിക്കുക. ജസ്റ്റ് നമുക്ക് ഫോർമേഷൻ ഒന്ന് സെറ്റാക്കാനുള്ള രീതിയിലുള്ളൊരു ഇത് നമുക്കാക്കാം. ഓക്കെ, ഇത് അങ്ങനെ ഏകദേശം ആക്കി വെച്ചെന്നുള്ളൂ, കറക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളിത് സെറ്റാക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്താ പറഞ്ഞാൽ പ്ലെയേഴ്സിനെ ഇടുക എന്നുള്ളതാണ്. കറക്റ്റ് നമുക്ക് എന്താ പറയുക, സെൻറ്റർ ഫോർവേഡ് മുതൽ നമുക്ക് GK വരെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഹൈ റേറ്റിങ്ങിലുള്ള ആദ്യം തന്നെ നമ്മളെന്ത് ചെയ്യും, CF ഇടുക. ഡംബലെ, വൺ ഓഫ് ദ ബെസ്റ്റ് CF ഗോൾ പോച്ചർ, എനിക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട് ആൾ. അടുത്ത SS നമുക്ക് ഡെൽപീറോനെ തരാം. ഡെൽപീറോ ഒരു രക്ഷയില്ല, ബ്ലിറ്റ്സ് കേളറിൻ്റെ ആശാനാണ്. അതേപോലെ മറ്റേ SS നമുക്ക് എന്ത് ചെയ്യുക, ലമീൻ യമാലിനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് യമാലിനിടാം. യമാൽ അടിപൊളിയാണ്, നല്ല റണ്ണിങ്, നല്ല പാസിങ്, അതേപോലെ അത്യാവശ്യം കുഴപ്പമില്ലാണ്, നല്ല സ്കോറിങ്ങും ചെയ്യുന്നുണ്ട്. നമുക്ക് മെല്ലെ മെല്ലെ ഒക്കെ സെറ്റാക്കി എടുക്കുക. അടുത്തത് നമുക്ക് എന്ത് ചെയ്യുക, AMF ആളെ വേണ്ടിയത്. ഓക്കെ, AMF നമുക്ക് എന്ത് ചെയ്യുക, നെയ്മറാണ് നിലവിൽ എൻ്റെ അടിപൊളി. എനിക്ക് നല്ല സ്കോറിങ്ങും നല്ല കാര്യങ്ങളൊക്കെ നല്ല ഫിനോമിനൽ പാസ്സാണ് ആൾക്ക്. കറക്റ്റ് പാസ് ഇട്ടൊരു ആൾ, സ്കോർ ചെയ്യാൻ അടിപൊളിയാണ്. എനിക്ക് അതിലും റേറ്റുള്ള ഇപ്പോൾ ബ്രെയിം ഡിയാസ് ഒക്കെ, ബ്ലിറ്റ്സ് കേളർ അടിപൊളിയാണ്, പക്ഷേ എനിക്കിപ്പോൾ നിലവിൽ എനിക്ക് ഭയങ്കര ലൈക്കായത് നെയ്മറിനെയാണ്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യുക, DMF സെറ്റാക്കുക, മിഡ്ഫീൽഡ് സെറ്റാക്കുക. റോഡ്രി എനിക്ക് ഇന്നലെ കിട്ടിയ പ്ലെയറാണ്, നല്ല പെർഫോമൻസ് ആണ്, ആൾക്കും ഫിനോമിനൽ പാസ് ഉണ്ട്. എൻ്റെ സ്കോഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പാസിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതേപോലെ സ്പീഡിനും, പിന്നെ എൻ്റെ ഫോർവേഡ് സ്കോറിങ്ങിനും. അപ്പോൾ മെയിനായിട്ട് ഞാൻ അതാണ്. അപ്പോൾ എൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അധികവും എൻ്റെ സ്പീഡി ആയിട്ടുള്ളതും അതേപോലെ നല്ല പാസിങ് കൊടുക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് മെല്ലെ മെല്ലെ സെറ്റാക്കി വരുന്നു. CBയിൽ നമുക്ക് തുറാമിനെ കൊടുക്കുക. ഗായ്സ്, തുറാം ഉണ്ടെങ്കിൽ ഡിഫൻസ് പൊട്ടൂല, അത്രയും സെറ്റ് CB ആണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, ആൾക്ക് ഡിസ്ട്രോയറും കൂടിയാണ്. അതേപോലെ RBയിൽ നമുക്ക് ബെർഗോമിനെ കൊടുക്കുക. ആൾ അടിപൊളി റണ്ണിങ് ആണ്, നല്ല ഡിഫൻസും ആണ്, കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പുറത്ത് നമ്മൾ വേറെ ആരുമല്ല, കോസ്റ്റക്കോട്ട. ഏതൊരു പെസ് പ്ലെയറിൻ്റെ അടുത്തും ഒരു 80% 90% പെസ് പ്ലെയറിൻ്റെ അടുത്തും കോസ്റ്റക്കോട്ട ഉണ്ടാവും. ഒന്നെങ്കിൽ പഴയത് അല്ലെങ്കിൽ പുതിയത്, ഏതെങ്കിലും ഒരു വേർഷൻ ഉണ്ടാവും. GK ഡിഡ, എൻ്റെ നിലവിലുള്ള ഒരു അടിപൊളി ഗോളി ഡിഡയാണ്, സെറ്റാണ് ആൾ. ഇനി നമുക്ക് സബ് കൊടുക്കുക. സബിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുക ലൗതാരോ മാർട്ടിനസ്, ആൾ ബ്ലിറ്റ്സ് കേളറാണ്, ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട്, സെറ്റാണ്. പിന്നെ അടുത്ത കാർലോസ് ടവേഴ്സ്, എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തരുന്നുള്ള ആൾ. ഒരു 106 പെർഫോമൻസ് ഒന്നും തരുന്നില്ല സത്യം പറഞ്ഞാൽ, ആൾ ഇറക്കല് വളരെ കുറവാണ്. അടുത്തത് ഫിനോമിനൽ ഫിനിഷിങ്ങുള്ള എൻ്റെ ഒരു കിടിലം കുറേ ആയിട്ട് ഉപയോഗിച്ച പ്ലെയറാണ്,
ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട. അടുത്തത് എൻ്റെ സൂപ്പർ സബ് മൈക്ലോവൻ സൂപ്പർ സബ് സെറ്റാണ്, ഒരു രക്ഷയില്ല, സെറ്റാണ്. അടുത്തത് റേറ്റിംഗ് കുറവാണെങ്കിലും എനിക്ക് നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്ലെയറാണ് ഗാരത്ത് ബെയ്ൽ എന്ന് പറയുന്നത്. ആൾ സെറ്റാണ്, നല്ല റണ്ണിങ്ങും ഉണ്ട്, സ്കോറിങ്ങും ഉണ്ട്, ബ്ലിറ്റ്സ്കുകളൊക്കെ പൊളിയാണ്. ഞാൻ സൂപ്പർ സബ്ബായിട്ട് ഇറക്കുന്ന പ്ലെയറാണ്. അതേപോലെ മെസ്സി ഇല്ലാതെ എന്ത് സ്കോഡ്, മെസ്സി വേണം. മെസ്സി സെറ്റാണ്, AMFലും SS-ലൊക്കെ ആൾ സെറ്റാണ്. അടുത്തത് നമ്മൾ ഇന്നലെ കറക്കി നമുക്ക് കിട്ടിയ പുതിയ പ്ലെയർ റൊണാൾഡീനോ. ആൾ അത്യാവശ്യം പെർഫോമൻസ് തരുന്നുണ്ട്, കുറച്ചും കൂടി കളിച്ചാലേ ഇനി മനസ്സിലാവുള്ളൂ. അപ്പോൾ ആൾ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്, അത്യാവശ്യം സ്കോറിങ്ങും അതേപോലെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട്, സ്പീഡും ആണ്. അടുത്ത ഏറ്റവും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്, ഞാൻ മെയിനായിട്ട് ഇറക്കുന്നൊരു പ്ലെയറാണ്. ഏറ്റവും നല്ല സ്പീഡാണ്, സ്കോറിങ്ങും ആണ്, നല്ല അടിപൊളി പാസിങ്ങും തരുന്നുണ്ട് ആൾ. അടുത്ത ബ്രഹീം ഡിയാസ് നമ്മൾ നെയ്മർ വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പ്ലെയറാണ് ബ്രഹീം ഡിയാസ്. അതേപോലെ വിനീഷ്യസ് ജൂനിയർ സെറ്റാണ്, സൂപ്പർ സബ്ബായിട്ട് നല്ല പാസിങ്ങും സ്കോറിങ്ങും ഒക്കെ ഉള്ള പ്ലെയേഴ്സാണ്. പിന്നെ CBയിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് എൻ്റെ അടുത്ത് രണ്ടെണ്ണമാണ്. നെസ്റ്റ, ലിലിയൻ തുറാം കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എനിക്ക് തരുന്നത് നെസ്റ്റയാണ്. അത് കഴിഞ്ഞാൽ ബൊണൂച്ചിയാണ് എനിക്ക് തരുന്നത്. അപ്പോൾ നമ്മളെ അൾട്രാ ബീസ്റ്റ് സ്ക്വാഡ് നമ്മൾ ഏകദേശം അല്ല ഫുള്ളായിട്ട് സെറ്റാക്കി. ഇനി നമ്മൾ അൾട്ടിമേറ്റ് ഗ്ലിച്ച് ഫോർമേഷൻ അല്ലേ, അതാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ AMFR എടുത്ത് ഒന്ന് SS-ലേക്ക് ഇട്ട്, അപ്പോൾ ഡെൽപീറോ ലെഫ്റ്റ് SS-ലും അതേപോലെ നെയ്മറിനെ നമ്മൾ AMFൽ സെറ്റാക്കുന്നു. ലമീൻ യമാൽ നമ്മൾ റൈറ്റ് SS-ൽ കൊടുക്കുന്നു നമ്മൾ. ഇനി നമ്മൾ CB ഒന്ന് ഗോളിനെ ഒന്ന് തൊടിയിച്ചിട്ട് ലിലിയൻ തുറാമിനെ ആ ഒരു ലെവലിൽ വെക്കുക. ഓക്കെ, പിന്നെ കോസ്റ്റക്കോട്ടനെ തൊട്ടടുത്ത് കുറച്ച് മുകളോട്ടാക്കിയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബെർഗോമിനും ചെയ്യുക. ഈ ഫോർമേഷനുകൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളെ മലയാളികളുടെ ഇടയിൽ കളിക്കുന്നൊരു ബെസ്റ്റ് ഫോർമേഷനാണ്. ഞാൻ ഇത് മല്ലു ബെസ്റ്റ് മാസ്റ്ററും വക്കോട്ടി ഗെയിമിംഗ് ഒക്കെ സെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെന്താ ചെയ്യുക, DMFലേക്ക് മെക്കലേല ഒരു സ്പീഡി ആൻഡ് നല്ല ഡിഫെൻസീവ് പ്ലെയറാണ്. അതേപോലെ രണ്ട് ഭാഗത്ത് 2 DMF വേണം നമുക്ക്. മെക്കലേലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും റൈഗാർഡും റോഡ്രിയും, രണ്ടാളും പാസിങ്ങിലും അടിപൊളിയാണ്, ഡിഫെൻഡിങ്ങിലും അടിപൊളിയാണ്. റോഡ്രീന് ഫിനോമിനൽ പാസിങ് ഉള്ളതാണ് ആൾ. അപ്പോൾ നമുക്ക് നെയ്മറിനെ കുറച്ചും കൂടെ ഇറക്കിയിടാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റോഡ്രീനെ CMF ഉള്ള ഒന്ന് DMF ആക്കണം. കുറച്ച് നമുക്ക് കയറ്റിയിടാം അല്ലേ, കുറച്ച് കയറ്റിടാം. ഓക്കെ, കുറച്ച്, എന്നിട്ട് അതൊന്ന് DMF ആക്കണം. ഓക്കെ, സെറ്റാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കുറച്ച് കയറ്റിയിടാം CFനെ. നമുക്ക് ഉസ്മാൻ ഡെമ്പലേനെ കയറ്റിയിടാം. ഓക്കെ, കുറച്ചുകൂടി കയറ്റിടാം, പ്രശ്നമില്ല. ഓക്കെ, നമുക്കൊന്ന് റോഡ്രീനെ നമുക്ക് ഒന്ന് മാറ്റിയിട്ട് DMF ആക്കണം. അപ്പോൾ നമ്മളെ ഫോർമേഷൻ ദ ഗ്ലിച്ച് ഫോർമേഷൻ ഇൻ PES 2025 സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ഫോർമേഷനാണിത്. അത്രയും വിന്നിങ് ആണ് ഇത് തരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇൻഡിവിജ്വൽ നമുക്ക് കൊടുക്കണം. അത് ഡിഫെൻസീവ് സെൻറ്ററിൽ നമുക്ക് ലിലിയൻ തുറാം കയറി പോകരുത്. അതിനൊരു ഡിഫെൻസീവ് നമുക്ക് ലിലിയൻ തുറാമിനെ കൊടുക്കണം. ആൾ കയറി പോകുന്നൊരിത് വരരുത് അതിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് 3 CB ഉള്ളൂ. എന്നിരുന്നാലും മെക്കലേല ഇറങ്ങി വരും. അതിനുകൊണ്ട് മെക്കലേലെ നമുക്ക് എന്ത് കൊടുക്കുക, ആങ്കറിങ്ങിൽ കൊടുക്കുക. ഇനിയിപ്പോൾ അധികം മറ്റേ പ്ലേയേഴ്സിനൊക്കെ അധികം അവിടെ ആങ്കർമാൻ വേണം പറയാൻ. അങ്ങനെയൊക്കെ അവിടെ ആരെയിട്ട DMF ജസ്റ്റ് അവിടെ ഒന്ന് ആങ്കറിങ്, ആൾക്കൊന്ന് ആങ്കറിങ്ങിൻ്റെ ഇതും കൊടുക്കുക. അതേപോലെ ഡീപ്പ് ലൈനും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഡീപ്പ് ലൈനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 CB അല്ല ഉള്ളത്, ശരിക്കും 4 CB ഉണ്ട് അവിടെ. ഓക്കെ, അത് നിങ്ങൾക്ക് കളിക്കുമ്പോൾ മനസ്സിലാവും. കൗണ്ടർ ടാർഗറ്റ് നമ്മൾ ഡെമ്പലേനെ കൊടുക്കും. ആൾ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ഇറങ്ങി വരില്ല. ആൾ കറക്റ്റ് പാസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ CF ഇയാൾ സെറ്റാണ്. ആൾ കയറി അങ്ങനെ അങ്ങോട്ട് പോകും. കാരണം ഇവിടുന്നും ഒക്കെ നല്ല പാസിങ്ങുള്ള പ്ലെയറിനെ കൊടുക്കണം നിങ്ങൾ. ശരിക്കും 3 CF 3 ഗോൾ പോസ്റ്ററാണ്, അത്ര അടിപൊളി. സ്പീഡ് പ്ലേയേഴ്സും ആയിരിക്കണം. ഓക്കെ,
അത്രയും അടിപൊളി. ഡെൽപീറോ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, അതേപോലെ മറ്റാൾ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, പ്രൊലിഫിക് വിങ്ങറോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ആ രണ്ടാളും എനിക്ക് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അതേപോലെ AMFL ക്ലാസിക് നമ്പർ 10 അല്ലെങ്കിൽ ഹോൾ പ്ലെയർ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഞങ്ങൾ ഇടണം. എന്തായാലും നല്ല പാസിംഗ് ഒക്കെ ഉള്ള ആളെ ഇടണം. കാരണം ആളാണ് മെയിനായിട്ട് ഫോർവേഡ് ഗോളിംഗ് സ്കോറിലേക്കുള്ള മെയിൻ ഘടകം ആളെ കൈമലാണ്. അതേപോലെ DMFൽ നിങ്ങൾക്ക് മെയിനായിട്ട് നല്ല സ്പീഡിൽ പ്ലെയർ ഇടുക. കാരണം നമുക്ക് അറ്റാക്കിങ് വന്നു കഴിഞ്ഞാൽ, ഒപ്പണൻ്റ് അറ്റാക്കിങ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ ബാക്കോട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലെയർ ആവണം. ഓക്കെ, അപ്പുറത്തും ഇപ്പുറത്തും നല്ല പാസിങ്ങും ഡിഫൻസൊക്കെ ഉള്ള 2 പ്ലേയേഴ്സിനെ ഇടുക. നിങ്ങൾക്ക് യങ്കർമാനോ ഓർക്കസ്ട്ര ആരായാലും പ്രശ്നമില്ല. അങ്ങനത്തെ കണ്ടീഷനൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും നോക്കിയിട്ടേ ഇല്ല. മെയിനായിട്ട് നിങ്ങൾ നല്ല പാസിങ്ങുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം, നല്ല ഗോൾ സ്കോറിങ്ങും ഡിഫെൻഡിങ്ങും ഒക്കെ ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഓവർ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, CBയിൽ എനിക്ക് ഓൾറെഡി ലില്ലിയൻ തുറാം നല്ല സ്പീഡുമാണ്, നല്ല ഡിഫൻസുമാണ്, ആളൊരു ബീസ്റ്റാണ്. അതേപോലെ അപ്പുറത്തും ഇപ്പുറത്ത് കോസ്റ്റക്കോട്ടയും ബെർഗോമിയും നല്ല സ്പീഡാണ് രണ്ടാൾക്കും, നല്ല ഡിഫൻസും തരുന്നുണ്ട്. മനസ്സിലായില്ലേ? കാര്യങ്ങൾ അടിപൊളിയാണ്. ഇതേപോലെ ശ്രദ്ധിച്ചാൽ മതി. വിഷയം ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട നിങ്ങൾ. ഓക്കെ, ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ പിന്നെ ഓവർ പണിയിട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ സബ്ബും ഉണ്ട്, ഇതേപോലത്തെ സബ്ബും ഉണ്ട്. ഓക്കെ, ഇവർ പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊത്ത സബ്ബിന് എനിക്ക് ഇറക്കാനും ഉണ്ട്. എൻ്റെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ റേറ്റിംഗ് 3265 ആണ് എൻ്റെ റേറ്റിംഗ് വരുന്നത്. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഇപ്പോൾ റിസർവിലും പ്ലെയേഴ്സ് ഉണ്ട്. ഇവരെന്നും ഇറക്കാൻ കഴിയില്ല. വാൻ ബൊമ്മലും പിന്നെ അതേപോലെ ഇപ്പോൾ പുതിയ കിട്ടിയ ഡോക്കു ആരൊക്കെ ഉണ്ട്. ആരെയും ഞാൻ കളിപ്പിച്ചില്ല വരെയായി. കാരണം എനിക്ക് നല്ല പെർഫോമൻസ് തരുന്നവരെ ഞാൻ എൻ്റെ സ്ക്വാഡിൽ ഇറക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് എൻ്റെ ഡിവിഷനിലേക്ക് പോയേക്കാം. ഞാനിപ്പോൾ ഡിവിഷൻ 1ലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്കോഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 1927 ആണ് എൻ്റെ റേറ്റിംഗ് വരുന്നത്. ഏകദേശം 5000 റാങ്കിങ്ങിലാണ് ഞാനുള്ളത്. ഇനിയും കളിക്കാനുണ്ട്. ഇനിയും കളിച്ചിട്ട് എനിക്ക് ഇനിയും താഴോട്ട് പോകണം. ഓക്കെ, എനിക്ക് എത്രത്തോളം എത്താൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അത് നോക്കി കാണുക തന്നെ വേണം. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നല്ല പെർഫോമൻസ് വരുന്നുണ്ട് എൻ്റെ സ്ക്വാഡ്. എന്തായാലും ഇത് നിങ്ങൾക്ക് എൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അധികം അതിൽ കുറച്ച് 1-2 ലൂസും അതേപോലെ കുറച്ച് ഡ്രോയുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് വിന്നാണ്. അത് തന്നെ ഹൈ റേറ്റഡ് ഡിവിഷൻ 1 പ്ലേയേഴ്സായിട്ടാണ് എനിക്ക് ഈ ഒരു പെർഫോമൻസ് തരുന്നത്. ഈ ഒരു ഗ്ലിച്ച് ഫോർമേഷനും ഈ ഒരു അൾട്രാ ബീസ്റ്റ് സ്ക്വാഡൊക്കെ വെച്ചിട്ട് എനിക്ക് തരുന്നത്. എനിക്ക് ഈ ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം എല്ലാ കളിയും ഞാൻ ജയിച്ചിട്ട് തന്നെയാണ് എത്തുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഡിവിഷൻ 1 ജയിച്ചാൽ നമുക്ക് ആകെ 10-11 റേറ്റിംഗ് കൂടി കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പകരം ഒരു കളി തോറ്റാലോ, അതിപ്പോൾ ഡിവിഷൻ 1 ഒരു 25-30 നിങ്ങൾക്ക് കുറയുക ചെയ്യുക. മനസ്സിലായില്ലേ? എൻ്റെ ഈ പ്ലേയേഴ്സ് മൊത്തം നല്ല റേറ്റിംഗ് തന്നെ പ്ലേയേഴ്സ്. ഞാൻ കാണിച്ചു തരാം. ഡെമ്പലെ നോക്ക്, 126 അപ്പിയറൻസിൽ 112 ഗോളും 50 അസിസ്റ്റും ഉണ്ട്. നോക്ക്, ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷന് അപ്പിയറൻസിനാണ് മുകളിലാണ് ആൾക്ക്. മനസ്സിലായില്ലേ? യമാലാണെങ്കിൽ 56 കളിയിൽ 25 ഗോളും 12 അസിസ്റ്റും ചെയ്യുന്നുണ്ട്. ആളും നല്ല കളിയാണ്, ആളും നല്ല പാസിങ് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഡെൽപീറോ നോക്കുകയാണെങ്കിൽ നല്ല ബ്ലിറ്റ്സ് കേളറാണ്, അടിപൊളിയാണ്. 307 കളിയിൽ 143 ഗോളും 76 അസിസ്റ്റും ഉണ്ട് ആൾക്ക്. കണ്ടോ? നമ്മളതാണ് സ്പീഡി പ്ലേയേഴ്സ്. അപ്പുറത്തും ഇപ്പുറത്ത് അസിസ്റ്റാണ് മെയിനായിട്ട് ഇവർ രണ്ടാളും തരുന്നത്. നോക്ക്, ഇപ്പോൾ അപ്പിയറൻസ് ആൾക്ക് 60 അസിസ്റ്റ് ഉണ്ട്. 60 അസിസ്റ്റ് ഏത് നെയ്മർ, അത്രയും അടിപൊളിയാണ്. മനസ്സിലായി? ഇനി ബെയിലൊക്കെയാണ് എൻ്റെ സൂപ്പർ സബ്ബാണ് ബെയിൽ. 432 കളിയിൽ 141 ഗോളും 63 അസിസ്റ്റും ഉണ്ട് ആൾക്ക്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി. ഞാൻ കുറേയൊക്കെ മുമ്പ് എടുത്ത പ്ലെയറാണ്. 1853 കളിയിൽ 1037 ഗോളും 500ഓളം അസിസ്റ്റാണ് ആൾക്കുള്ളത്. അപ്പോൾ ആളെ ഞാൻ കുറേ ഇറക്കിയുള്ളൂ, ഇപ്പോഴേ ഇറക്കാറില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഏറ്റവും എനിക്ക് നല്ല പെർഫോമൻസ് ആയിരുന്ന പ്ലെയറാണ്. 360 കളിയിൽ 111 ഗോളും 96 അസിസ്റ്റും ഉണ്ട്. നല്ല പ്ലെയറാണ്. ഞാൻ SSL ഇറക്കുന്ന പ്ലെയറാണ്. സ്പീഡി പ്ലേയേഴ്സിനെ ഞാൻ അവിടെ ഇറക്കുള്ളൂ. ബ്രഹീം ഡിയാസ് AMFൽ ആൾ വേറെ ലെവലാണ്. 340 അപ്പിയറൻസ് 112 ഗോളും 85 അസിസ്റ്റും ഉണ്ട് ആൾ. പക്ഷേ നെയ്മറിൻ്റെ ആ ഒരു പാസിങ് എനിക്ക് ആളിൽ കിട്ടുന്നില്ല. പക്ഷേ സ്കോറിങ്ങും കാര്യമൊക്കെ അടിപൊളിയാണ് ആൾ. ഓക്കെ, പിന്നെ ഒരു അൾട്രാ ബീസ്റ്റ് എൻ്റെ പ്ലെയർ, എൻ്റെ വൺ ഓഫ് ദി ഞാൻ കുറേ യൂസ് ചെയ്ത പ്ലെയറാണ് ബെറ്റിസ്റ്റൂട്ട. ആൾ കണ്ടോ 345 ഗോളും അസിസ്റ്റൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഒരുപാട് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല പെർഫോമൻസ് തന്ന പ്ലേയേഴ്സ്, ഞാൻ പുതിയ പ്ലേയേഴ്സ് വരുമ്പോൾ മാറ്റി വെച്ച പ്ലേയേഴ്സും ഉണ്ട്. അതിലൊന്നാണ് മെയിൻ ഡ്രാഗൻ സ്റ്റോയ്ക്കോവിച്ച്. ആൾ നോക്കി 68 ഗോളും 66 അസിസ്റ്റും ഉണ്ട് ആൾക്ക്. ചെറിയ കളി എന്നല്ല ആൾ എനിക്ക് തന്നത്. പക്ഷേ എനിക്ക് അവിടെ വേറെ പുതിയ പ്ലേയേഴ്സ് വന്നപ്പോൾ, അതേപോലെ കാൻഡെ, ഞാൻ റോഡ്രിക്ക് പകരം കാൻഡേനായിരുന്നു ഇറക്കൽ.
പക്ഷേ റോഡ്രി വന്നപ്പോൾ നമുക്ക് മാറിയല്ല ആൾക്ക് ഹൈറ്റും ഉണ്ട്, റോഡ്രിക്ക് ഹൈറ്റും ഉണ്ട്, ഡിഫെൻഡിങ്ങും ഉണ്ട്, സ്പീഡും ഉണ്ട്, പാസിങ്ങും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൽ കാൻ്റെയിന് സ്പീഡ് കുറവാണ്, ഹൈറ്റും കുറവാണ്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് എത്താം, നിങ്ങൾ നോക്കി കളിച്ചാൽ മതി. ഞാൻ എങ്ങനെ ഡിവിഷൻ 1 നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് തരും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവേത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, താങ്ക് യു.